ജെ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പുതിയതായിട്ട് ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അന്നേരമാണ് ഞാൻ വിചാരിച്ചത്, ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് വിചാരിച്ചത് വീഡിയോ അങ്ങ് എടുത്തേക്കാം എന്നുള്ളത്. ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി, കരിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കിന്ന് വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കാം. നമുക്ക് പൊടികളൊക്കെ വേറൊരു ചട്ടിയിൽ മൂപ്പിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതാ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, ഇതൊന്ന് നമുക്കെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് അത്യാവശ്യം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അത്യാവശ്യം എന്താ ആ ഒരു പച്ച മണം നല്ലോണം മാറി വരണം കേട്ടോ. അതാകുമ്പോൾ നമ്മളൊരു വറുത്തരച്ച ചിക്കൻ കറി പോലെ ഉണ്ടാവും. നല്ല ഇച്ചിരി കളറും ഉണ്ടാവും. ഇതൊന്ന് അത്യാവശ്യം ഇതൊന്ന് കളർ ചേഞ്ച് ആയ ശേഷം നമുക്കത് ഇതിലേക്ക് ഇടാം. നമുക്കത് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആ മറ്റേ പൊടിയിലേക്ക് ഇട്ടിട്ടില്ല. ഇത് ആദ്യം ചൂടാക്കി പൊടിച്ച് വെച്ചതാണേ. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് ഗരം മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ പൊടി നമുക്ക് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. മിക്സായ ശേഷം നമുക്ക് ആദ്യമേ ഞാൻ ഉപ്പിട്ടതാട്ടോ, ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടതാണ്. നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഇതൊന്ന് നല്ലോണം കളറ് എല്ലാം ചേഞ്ച് ആയ ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് മിക്സാക്കാം കേട്ടോ. അത്യാവശ്യം ഉള്ളിയും എല്ലാം നല്ലോണം മസാല എല്ലാം കൂടി വാടിയിട്ടുണ്ട്. മസാല എല്ലാം കൂടി ഇട്ടിട്ട് കരിഞ്ഞ് പുകയരുത് കേട്ടോ. അന്നേരം ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ആ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് പെറുക്കിയിടാം കേട്ടോ. പെറുക്കിയിട്ട് ഈ മസാല പിടിക്കുന്ന വരെ ഈ ചിക്കൻ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം ഒരു അത്യാവശ്യം ഗ്രേവിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കട്ടെ. ഏകദേശം ഞാൻ ചിക്കനിലേക്ക് എല്ലാം മസാലയും തേച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ചുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ടിടാം. ഞാൻ ഉള്ളി വാടുമ്പോൾ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാലേ ഉപ്പ് വേണമെന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ചിക്കൻ ഇങ്ങനെ വെളുത്തിരിക്കൂലേ, അത് ഉണ്ടാവില്ല. ഇച്ചിരി നല്ല ഒരു വറുത്ത അരച്ച് കറി വെക്കുന്ന സമയത്ത് ഒരു കളർ ഉണ്ടാവില്ല, അതേപോലെ ഉണ്ടാവും കേട്ടോ. ഇതിനുള്ള ഗ്രേവിക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ലേശം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് നല്ലോണം തിളച്ച് നല്ലോണം വെന്ത് വരട്ടെ കേട്ടോ. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സിമ്മാക്കിയിട്ട് ഒന്ന് വേഗട്ടെ, അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കറിയൊക്കെ നല്ലോണം തിളച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട്, എന്നാലും അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. നമുക്കിന്നിതാ ചിക്കൻ കറിയിലൂടെ നല്ല കുത്തരി ചോറും നല്ല ചിക്കൻ കറിയും ഒഴിച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ.